ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 217 ഇത് തൊഴിലാണല്ലോ. ഭാഗം 217 ഇത് തൊഴിലാണല്ലോ ഇവിടെ ആരംഭിക്കുന്നു. വക്കത്ത് പ്ലാവിള വീട്ടിൽ വേലായുധനെന്നൊരു ക്ഷുരകൻ ഉണ്ടായിരുന്നു. ഗുരുദേവൻ വക്കം അഞ്ചുതെങ്ങ് ചിറയൻകീഴ് ഭാഗങ്ങളിൽ വിശ്രമിച്ചിരുന്ന അവസരങ്ങളിൽ വേലായുധനാണ് ഗുരുദേവന് ക്ഷൗരം ചെയ്തു കൊടുത്തിരുന്നത്. പിന്നീട് വേലായുധൻ്റെ മരണശേഷം അയാളുടെ അനുജൻ ചിന്നൻ ആ തൊഴിൽ ഏറ്റെടുക്കുകയായിരുന്നു. ഗുരുദേവനെ ക്ഷൗരം ചെയ്യുന്നതിനായി ചിന്നനെ ശിവഗിരിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത് കണ്ണപ്പസ്വാമിയായിരുന്നു. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ മറ്റുള്ള സന്യാസിമാർക്ക് കൂടി ക്ഷൗരം ചെയ്തു കൊടുക്കുമായിരുന്നു. ഗുരുദേവന് ക്ഷൗരം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കൊണ്ട് മറ്റാർക്കും ക്ഷൗരം ചെയ്യുമായിരുന്നില്ല. ആ ഉപകരണങ്ങൾ ശിവഗിരിയിൽ തന്നെ പ്രത്യേകമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു പതിവ്. ഒരു ദിവസം കണ്ണപ്പസ്വാമി വിവരം അറിയിച്ചതനുസരിച്ച് ചിന്നൻ പതിവ് പോലെ ശിവഗിരിയിലെത്തി. ഗുരുദേവന് ക്ഷൗരം ചെയ്യുന്നതിന് തൊട്ടു മുൻപായി ക്ഷുരകൻ കുളിക്കണമെന്നത് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതിനാൽ വലിയ ദുരപ്പിൽ പോയി ചിന്നൻ കുഴൽ വെള്ളത്തിൽ കുളിയും കഴിച്ചു വന്നു. ഗുരുദേവൻ ക്ഷൗരം ചെയ്യുന്നതിനായി ഒരു കസേരയിൽ ഇരുന്നു കൊടുത്തു. ചിന്നൻ വളരെ ശ്രദ്ധയോടെ ഗുരുദേവന് ക്ഷൗരം ചെയ്തു. അതിനുശേഷം ആ ഉപകരണങ്ങൾ ശുദ്ധവെള്ളത്തിൽ കഴുകി സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി ചിന്നൻ കണ്ണപ്പസ്വാമിയെ ഏൽപ്പിച്ചു. മറ്റുള്ളവർക്ക് ക്ഷൗരം ചെയ്യുന്നതിനായുള്ള ഒരു സെറ്റ് ഉപകരണം എപ്പോഴും ചിന്നൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. ചിന്നൻ പോകാനൊരുങ്ങിയപ്പോൾ അവിടെ വന്നു ചേർന്നിരുന്ന മറ്റൊരാളിനു കൂടി ക്ഷൗരം ചെയ്തു കൊടുക്കുവാൻ ഗുരുദേവൻ കൽപ്പിച്ചു. എന്നാൽ ചിന്നൻ അതിന് മുതിരാതെ ഒന്ന് മടിച്ചു നിന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇത് തൊഴിലാണല്ലോ, ആർക്കും ചെയ്തു കൊടുക്കാം. അത് കേട്ടിട്ട് ഒരു മടിയോടെ ചിന്നൻ തൻ്റെ കയ്യിലിരുന്ന ഉപകരണങ്ങൾ കൊണ്ട് അവിടെ വന്നു ചേർന്നിരുന്ന ആ ആളിന് ക്ഷൗരം ചെയ്തു കൊടുത്തു. ഗുരുദേവൻ കൽപ്പിച്ചിട്ടും ആദ്യം ചിന്നൻ മടിച്ചു നിന്നതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീടാണ് കണ്ണപ്പസ്വാമിക്ക് മനസ്സിലായത്. ഗുരുദേവൻ പറഞ്ഞ പ്രകാരം ചിന്നൻ ക്ഷൗരം ചെയ്തു കൊടുത്തത് ഒരു ഹരിജന് ആയിരുന്നു. ഹരിജനങ്ങൾക്ക് ചിന്നൻ ക്ഷൗരം ചെയ്തു കൊടുക്കുമായിരുന്നില്ല. അതിന് കാരണം ഒരു ഹരിജന് ക്ഷൗരം ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ കൊണ്ട് ഹരിജനല്ലാതെ ഒരാൾക്ക് ക്ഷൗരം ചെയ്യുന്നതിന് അന്നത്തെ കാലത്ത് വിലക്കുണ്ടായിരുന്നു. ആ വിലക്കുകളെയാണ് അപ്പോൾ ഗുരുദേവൻ വളരെ സൗമ്യതയോടെ നീക്കുകയുണ്ടായത്. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ, അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 217 ഇത് തൊഴിലാണല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.